വാഷിംഗ് മെഷീൻ വളരെ ഉപകാരപ്രദമായ നല്ലൊരു ഉപകരണമാണെങ്കിൽ കൂടി അതിൽ വളരെയധികം ദോഷങ്ങളും ഉണ്ട്. അത് നമ്മൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ദോഷങ്ങളും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. വളരെ ഉപകാരപ്രദമായ നല്ല ഒരു വീഡിയോ ആണ്. നമുക്ക് സ്ത്രീകൾക്ക് വളരെ പ്രയോജനകരമാണ്. അപ്പം സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ മൂടിയുടെ താഴെ ഭാഗമായിട്ടുള്ള അവിടെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ വളരെ ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഒന്നും ചിന്തിക്കാതെ തന്നെ എല്ലാം വലിച്ചെറിഞ്ഞ് കളയാറുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾക്കും അത് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല ഈവണായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഈവണായിട്ട് കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു കൂർത്തൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗങ്ങളെല്ലാം ഷേപ്പ് ചെയ്ത് നല്ല കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത മുടിയും അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സാൻഡ് പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ കത്തി കൊണ്ട് തന്നെ ചിരണ്ടി നല്ല ക്ലീൻ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ സാൻഡ് പേപ്പർ ഉള്ളത് കൊണ്ട് ഒന്ന് നല്ലതുപോലെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉരച്ച് നല്ല ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഷാർപ്പ്നെസ് ഒക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ടേപ്പാണ് കേട്ടോ. ടേപ്പ് എടുക്കുക, എന്നിട്ട് 2 മൂടിയും കൂടെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല പോലെ ഒട്ടുന്ന പശയുണ്ടെങ്കിൽ അത് വെച്ചും നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സെല്ലോ ടാപ്പ് ഉള്ളൂ, അതുകൊണ്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു കുപ്പിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? നമ്മൾ തീപ്പെട്ടി പലപ്പോഴും മേടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പം അത് തണുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. അല്ലെങ്കിൽ നമ്മൾ ട്രാവലിങ് എവിടെയെങ്കിലും പോകുമ്പോൾ അത്യാവശ്യത്തിന് വെച്ചാലോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ കുപ്പിയിലേക്ക് നമ്മൾ തീപ്പെട്ടിക്കൊള്ളികൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മരുന്നില്ലേ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന അത് നമ്മളുടെ ഈ ഒരു മൂടിയിലേക്ക് ഞാൻ കുറച്ച് ഒരു പശ, എന്തെങ്കിലും ഒരു പശ, അത് ഒട്ടിപ്പിടിക്കാനുള്ള പശ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഒരു സന്തോഷം തോന്നും അല്ലേ. അത് നമുക്ക് ചീത്താകാതെ വർഷങ്ങളായാലും തണുത്ത് പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സഹായിക്കും കേട്ടോ. നമ്മളെപ്പോഴും ഉപയോഗിക്കാത്തൊരു സാധനമല്ലേ. നമ്മളുടെ വാഷിംഗ് മെഷീൻ, അടുത്തതായിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇതുപോലെ അഴുക്കുകൾ വരാനായിട്ടുള്ളൊരു പ്രധാന കാരണം നമ്മൾ ചവിട്ടി അതുപോലെ നമ്മൾ അഴുക്കായിട്ടുള്ള തുണികൾ, നമ്മൾ എന്താ പറയുക അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന തുണികളൊക്കെ കഴുകുമ്പോഴാണ് നമ്മളുടെ വാഷിംഗ് മെഷീനിൽ ഇത്രയും അഴുക്കുകൾ വരുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അത്രയും അഴുക്കുകളൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ മാറുന്ന ഡ്രസ്സുകളല്ലേ, ഇത്രയും അഴുക്കുണ്ടാവില്ല. അപ്പോൾ ചവിട്ടിയൊന്നും നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടേ ചെയ്യരുത്. അതിന് ഞാനൊരു എളുപ്പമാർഗം കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒരു കുപ്പി എടുക്കുക, ഒരു മോപ്പിൻ്റെ ഒരു കോലോ എന്തെങ്കിലും നമുക്ക് ഇതിൽ നല്ല കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്ന ഒരു കോലെടുക്കുക. എന്നിട്ട് നമ്മൾ കുപ്പിയുടെ ഈ ഒരു അടിഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പപ്പടക്കോലോ കത്തിയോ കൊണ്ട് ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് ഓട്ടയിട്ട് കൊടുക്കാം. നല്ലതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഷാർപ്പ്നെസ് മാറ്റിയെടുക്കണം കുപ്പിയുടെ തുമ്പത്തുള്ള. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ചവിട്ടിയൊക്കെ പെട്ടെന്ന് ഇതായി പോകും. ആദ്യമായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ലിക്വിഡ് സോപ്പ്, പിന്നെ തിളച്ച നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചവിട്ടി ഇട്ട് കൊടുക്കുക. ഒരു 10 15 അരമണിക്കൂറോ വെക്കുക. അതിൻ്റെ മേളിലേക്കും തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മുങ്ങിക്കിടക്കുക. എന്നിട്ട് നമ്മളെ കുട്ടികൾക്ക് വരെയും ഇത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരിക്കലും ചവിട്ടിയൊന്നും നമ്മളുടെ വാഷിംഗ് മെഷീനിലേക്ക് ഇടാതെ ഇരിക്കുക. നമ്മളുടെ വാഷിംഗ് മെഷീന് ചീത്താകാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എന്താണ് പറയുക സ്കിന്നിന് പല അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇതുപോലെ തന്നെ നമ്മൾ പൈപ്പ് തുറന്ന് വെച്ച് നമ്മൾ കൈ കൊണ്ട് തൊടാതെ തന്നെ നമുക്കിതുപോലെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കിട്ടുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മളുടെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നമ്മൾ
എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിനാണെങ്കിലും നമുക്ക് പല തലയിൽ താരൻ വരെയും വരാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു വാഷിംഗ് മെഷീൻ എപ്പോഴും ഇങ്ങനെ അഴുക്കായിട്ടിരുന്നാൽ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ നടുവിലുള്ള ആ ഒരു ഇത് മാറ്റി കഴിയുമ്പോഴത്തേ ഒരു സ്ക്രൂ കാണാൻ പറ്റും. നമുക്ക് സ്ത്രീകൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ആ സ്ക്രൂ എടുത്ത് മാറ്റുക. അപ്പോൾ നമുക്കത് ഓപ്പണായി കിട്ടും. നമ്മൾ സർവീസിന് കൊടുക്കുകയോ അവിടെ നിന്ന് ആളെ വിളിച്ച് ക്ലീൻ ചെയ്യുക അതിൻ്റെ യാതൊരു കാര്യവുമില്ല. നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു 2 മാസം കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. എല്ലാ മാസമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചവിട്ടിയിട്ടൊക്കെ കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കാവും. അതല്ല നമ്മളെ ഡ്രസ്സ് മാത്രമാണ് ഇട്ട് കഴുകുന്നതെങ്കിൽ അങ്ങനെ അഴുക്കാവില്ല. ഇതിപ്പോൾ ഞാൻ കുറേ നാൾ വെച്ചത് ഇത് ക്ലീൻ ചെയ്യണം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മൂടിയിലേക്ക് ആദ്യം ലിക്വിഡ് സോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഒഴിച്ച് ഒന്ന് എല്ലായിടത്തും ഈവണാക്കി കൊടുത്തതിന് ശേഷം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നല്ല പോലെ ഇളകി വരും. അതുപോലെ തന്നെ നമ്മളെ വാഷിംഗ് മെഷീനിലും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ബേക്കിംഗ് സോഡ ഇട്ടു. അവിടെ 10 മിനിറ്റ് അതും നിൽക്കട്ടെ. അപ്പോൾ നല്ലതുപോലെ നമുക്ക് പെട്ടെന്ന് ക്ലീനായി കിട്ടും. അതുപോലെ അണുക്കളെയൊക്കെ കൊല്ലാനുള്ള ശേഷി നമ്മൾ ബേക്കിംഗ് സോഡയ്ക്ക് ഉണ്ട്. നല്ല പോലെ തന്നെ ക്ലീനാക്കി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അടുത്തായിട്ട് നമ്മൾ ലിക്വിഡ് സോപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകി ഇതുപോലെ ബ്രഷ് വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിടവിലൊക്കെ കണ്ടില്ല എത്രത്തോളം അഴുക്ക് കയറിയിരിക്കുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്തൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നൂലൊക്കെ ചുറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് സിമ്പിളായിട്ട് കഴുകി നമുക്ക് നീറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ എന്നും ചെയ്യുക. ഇല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും കരപ്പൻ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് ഇതുപോലെയുള്ള അഴുക്കൊക്കെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ വെള്ളത്തുണികൾ വെളുക്കുന്നില്ല അങ്ങനെയുള്ള പരാതികളൊക്കെ നിങ്ങൾക്ക് മാറും. വെള്ളത്തുണികളൊക്കെ നല്ല പളപള വെട്ടിത്തിളങ്ങും. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ അഴുക്കിരിക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഇങ്ങനെ അഴുക്ക് വന്നുകൊണ്ടിരിക്കണേല്ലേ. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ സിമ്പിളായിട്ട് സ്ക്രൂ ഇട്ട് ആ ഒരു മൂടി വെച്ച് കൊടുത്താൽ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ പണി കഴിഞ്ഞു. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ആ ബേക്കിംഗ് സോഡ ഇട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ട സമയമേ ഉള്ളൂ. അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ആഴ്ചയിൽ എല്ലാ പ്രാവശ്യവും ചെയ്യേണ്ട ഒരു കാര്യം ബേക്കിംഗ് സോഡ എടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മളുടെ പേസ്റ്റ് കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് വാഷിംഗ് മെഷീൻ മസ്റ്റായിട്ടും ക്ലീൻ ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ അത് ഹൈജീനായിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും ഇപ്പോൾ ചൂടും കൂടെ ആയതുകൊണ്ട് ഒരു ദിവസത്തിൽ 4-5 ഡ്രസ്സാണ് ഒരാൾ മാറുന്നത്. അത്രയും ചൂടല്ലേ. അപ്പോൾ അത് കുഴച്ച് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. നമ്മളൊരളവെന്ന് പറഞ്ഞാൽ ഈ മൂടിക്ക് ഒരു മൂടി എടുക്കുക കേട്ടോ. കറക്റ്റ് അളവ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ വാഷിംഗ് മെഷീൻ്റെ ആ ഒരു ഇത് സ്മെല്ല് ഭയങ്കരമായിട്ട് ഇരിക്കും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ കറക്റ്റ് ആ മൂടിയിൽ ഒരളവ് എടുക്കുക. എന്നിട്ട് ഓരോ ഉരുളകളാക്കി ഇത് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായാലും അതുപോലെ തന്നെ ഇരുന്നോളും. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസമല്ല 3 മാസം കഴിഞ്ഞാലും ആ ഒരു വാഷിംഗ് മെഷീനിൽ അഴുക്ക് പിടിക്കില്ല കേട്ടോ. മെഷീനിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ബോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കറക്കുക. നല്ല രീതിയിൽ അത് പതഞ്ഞു പൊങ്ങി വരും. അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം മെൽറ്റായി പോകാൻ സഹായിക്കും. നേരിയ ചൂടുവെള്ളം അതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അവസാനമായിട്ടാണ് നമ്മൾ നേരിയ ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി കറക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. നിങ്ങൾ എന്താ പറയുക 5 മാസം ക്ലീൻ ചെയ്തില്ലെങ്കിലും യാതൊരു അഴുക്കും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ഇത് ചെയ്യുക. തുണികൾ വെളുക്കുന്നില്ല എന്നുള്ള പരാതി മാറും. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.